വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ്. ഒന്നാമത്തെ ചോദ്യം, യേശു നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞതാര്? എ. ഹേരോദാവിൻ്റെ ഭാര്യ, ബി. പീലാത്തോസിൻ്റെ ഭാര്യ, സി. ഹേരോദാവിൻ്റെ സഹോദരി, ഡി. പീലാത്തോസിൻ്റെ സഹോദരി. ഉത്തരം ബി. പീലാത്തോസിൻ്റെ ഭാര്യ. 2. ഇവരിൽ ആരാണ് തങ്ങളുടെ വസ്തുവക കൊണ്ട് യേശുവിന് ശുശ്രൂഷ ചെയ്യാതിരുന്നത്? എ. മിര്യാം, ബി. യോഹന്ന, സി. ശൂശന്ന, ഡി. മഗ്ദല മറിയ. ഉത്തരം എ. മിര്യാം. മൂന്നാമത്തെ ചോദ്യം, ആരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചത്? എ. പത്രോസിൻ്റെ, ബി. സക്കായിയുടെ, സി. പരീശനായ ശീമോൻ്റെ, ഡി. നിക്കോദോമോസിൻ്റെ. ഉത്തരം സി. പരീശനായ ശീമോൻ്റെ വീട്ടിൽ. നാലാമത്തെ ചോദ്യം, പൗലോസിൻ്റെ കാലത്ത് കൊരിന്തിലെ ഭണ്ഡാര വിചാരകൻ ആരായിരുന്നു? എ. ഗായോസ്, ബി. എരസ്തോസ്, സി. ക്രിസ്പോസ്, ഡി. സോസ്തനോസ്. ഉത്തരം ബി. എരസ്തോസ്. അഞ്ചാമത്തെ ചോദ്യം, ആരാണ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ. യബ്ബേസ്, ബി. ദാവീദ്, സി. യാക്കോബ്, ഡി. ശലോമോൻ. ഉത്തരം എ. യബ്ബേസ്. ആറാമത്തെ ചോദ്യം, മിസ്രയീമ കച്ചവടക്കാരിൽ നിന്ന് യോസഫിനെ വാങ്ങിയത് ആര്? ഓപ്ഷൻ എ. യൂദ, ബി. രൂബേൻ, സി. ഫറവോൻ, ഡി. പോത്തിഫർ. ഉത്തരം ഡി. പോത്തിഫർ. ഏഴാമത്തെ ചോദ്യം, ആരാണ് ചുരിക ഊരി വയറ്റിൽ കുത്തിക്കടത്തി മോവാബ് രാജാവിനെ കൊന്നത്? ഓപ്ഷൻ എ. യേഹൂദ്, ബി. ഗിദെയോൻ, സി. ശിംശോൻ, ഡി. ഇബ്താഹ്. ഓപ്ഷൻ എ. യേഹൂദ്. എട്ടാമത്തെ ചോദ്യം, ഏത് പാർസി രാജാവ് ആണ് യെരൂശലേം ആലയം പുതുക്കി പണിയാൻ കൽപ്പിച്ചത്? ഓപ്ഷൻ എ. സൈറസ്, ബി. കോരശ്, സി. നെബൂഖദ്നേസർ, ഡി. അഹശ്വേരോശ്. ഉത്തരം ബി. കോരശ്. ഒമ്പതാമത്തെ ചോദ്യം, യോനാദാൻ്റെ മുടന്തുള്ള മകൻ്റെ പേരെന്ത്? എ. അമ്നോൻ, ബി. അബീനാദ്, സി. ഈശ്ബോശത്ത്, ഡി. മെഫിബോശത്ത്. ഉത്തരം ഡി. മെഫിബോശത്ത്. പത്താമത്തെ ചോദ്യം, മിസ്രയീമിൽ നിന്ന് വന്നവരിൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച 2 ഇസ്രായേല്യർ ആരെല്ലാം? എ. കാലേബും അഹ്റോനും, ബി. യോശുവയും മോശയും, സി. യോശുവയും കാലേബും, ഡി. കാലേബും മോശയും. ഉത്തരം സി. യോശുവയും കാലേബും. 11, ആരാണ് തൻ്റെ 70 സഹോദരന്മാരെയും കൊന്നുകളഞ്ഞത്? എ. അബിമേലെക്ക്, ബി. അദോനിയാവ്, സി. അബ്ശാലോം, ഡി. ആഹാബ്. ഉത്തരം എ. അബിമേലെക്ക്. ന്യായാധിപന്മാർ 9:5-6. 12ാമത്തെ ചോദ്യം, ഗിലെയാദിൻ്റെ ഏത് വേശ്യാപുത്രനാണ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നത്? എ. യേഹൂദ്, ബി. ഗിദെയോൻ, സി. ശിംശോൻ, ഡി. ഇബ്താഹ്. ഉത്തരം ഡി. ഇബ്താഹ്.
13. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ സ്ത്രീ ന്യായാധിപതി ആര്? ഓപ്ഷൻ എ രൂത്ത്, ബി ദെബോറ, സി എസ്തർ, ഡി നവോമി. ഉത്തരം ബി ദെബോറ. ന്യായാധിപന്മാർ 4:4. 14-ാമത്തെ ചോദ്യം. ഏത് പ്രവാചകനെയാണ് ചെളിക്കുഴിയിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റിയത്? എ യെശയ്യാവ്, ബി യിരെമ്യാവ്, സി യെഹെസ്കേൽ, ഡി ദാനിയേൽ. ഉത്തരം ബി യിരെമ്യാവ്. ചോദ്യം 15. ഏത് പ്രവാചകൻ്റെ അസ്ഥികളെ തൊട്ടപ്പോഴാണ് മരിച്ച ഒരു മനുഷ്യന് ജീവനുണ്ടായത്? എ യെശയ്യാവ്, ബി ശമൂവേൽ, സി എലീശ, ഡി ഏലിയാവ്. ഉത്തരം സി എലീശ. ചോദ്യം 16. ഏത് ഗോത്രമാണ് സാക്ഷ്യ നിവാസത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്? എ ലേവ്യർ, ബി യഹൂദ, സി എഫ്രൈം, ഡി ബെന്യാമിൻ. ഉത്തരം എ ലേവ്യർ. 17. ഏത് ഫിലിസ്തീനാണ് ഒറ്റയ്ക്ക് വന്ന് തന്നോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചത്? എ ആഖീഷ്, ബി സോബ, സി അബിമേലെക്ക്, ഡി ഗോലിയാത്ത്. ഉത്തരം ഡി ഗോലിയാത്ത്. 18. അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് യഹൂദരെ മുഴുവൻ കൊല്ലുവാനായി ശ്രമിച്ചത് ആരാണ്? എ വസ്തി, ബി സേരസ്, സി ഹാമാൻ, ഡി മൊർദെഖായി. ഉത്തരം സി ഹാമാൻ. 19. ആഹാബിന് മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി ഇസബേൽ ആരെയാണ് കൊന്നത്? എ യേഹു, ബി ഊര്യാവ്, സി ഗിലെയാദ്, ഡി നാബോത്ത്. ഉത്തരം ഡി നാബോത്ത്. 20. ഏത് ഇസ്രായേൽ രാജാവ് ആണ് യഹോവയെ അനുസരിക്കാതെ അരാം രാജാവായ ബെൻ ഹദദിനെ കൊല്ലാതെ വിട്ടയച്ചത്? എ ശൗൽ, ബി ദാവീദ്, സി ആഹാബ്, ഡി ശലോമോൻ. ഉത്തരം സി ആഹാബ്. 21. യാക്കോബിൻ്റെ മകൾ ദീനയെ വഷളാക്കിയത് ആര്? ഓപ്ഷൻ എ ശേഖേം, ബി ഹാമോർ, സി ലാബാൻ, ഡി യഹൂദ. ഉത്തരം എ ശേഖേം. 22. ആരാണ് ദാവീദിനെ സഹായിക്കാതെ അവൻ്റെ ഭക്ഷണം വാങ്ങുവാൻ വന്ന ആളുകളെ മടക്കി അയച്ചത്? എ ശൗൽ, ബി നാബാൽ, സി ശിമെയി, ഡി ലാബാൻ. ഉത്തരം ബി നാബാൽ. 23. മോശയ്ക്ക് എതിരായി മത്സരിച്ചിട്ട് ഭൂമി വിഴുങ്ങിക്കളഞ്ഞത് ആരെയാണ്? എ മിര്യാം, ബി നാബാൻ, സി കോരശ്, ഡി ആസിഫ്. ഉത്തരം സി കോരശ്. 24. ദാവീദിൻ്റെ ഏതു മകനാണ് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചത്? എ അബ്ശലോം, ബി നാബാൻ, സി അമ്നോൻ, ഡി ആസിഫ്. ഉത്തരം എ അബ്ശലോം.
25. ഏത് രാജാവാണ് അസൂയ നിമിത്തം ദാവീദ് രാജാവിനെ കൊല്ലുവാൻ ശ്രമിച്ചത്? എ. ശൗൽ, ബി. യെരോബെയാം, സി. രെഹോബെയാം, ഡി. അമ്നോൻ. ഉത്തരം എ. ശൗൽ. 26. യേശു യെരൂശലേമിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാർ മിണ്ടാതിരുന്നാൽ ആര് ആർത്തു വിളിക്കുമെന്നാണ് യേശു പറഞ്ഞത്? എ. കല്ലുകൾ, ബി. മണൽത്തരി, സി. മരങ്ങൾ, ഡി. പർവ്വതങ്ങൾ. ഉത്തരം എ. കല്ലുകൾ. ലൂക്കോസ് 19:40. 27. ഇവരിൽ ആരാണ് യേശുവിനെ പിടിച്ചതിന് ശേഷം ചോദ്യം ചെയ്യാതിരുന്നത്? എ. കയ്യഫാവ്, ബി. ഹെരോദ, സി. പൊന്തിയസ് പിലാത്തോസ്, ഡി. സീസർ. ഉത്തരം ഡി. സീസർ. 28. ഗതസമനയിൽ വെച്ച് മഹാപുരോഹിതന്റെ ദാസന്റെ കാത് മുറിച്ചതാര്? എ. യോഹന്നാൻ, ബി. പത്രോസ്, സി. യാക്കോബ്, ഡി. യൂദ. ഉത്തരം ബി. പത്രോസ്. യോഹന്നാൻ 8:10. 29. യേശുവിൻ്റെ മരണം നടന്നപ്പോൾ സംഭവിക്കാതിരുന്നത് എന്ത്? എ. ഭൂകമ്പം, ബി. തിരശ്ശീല കീറി, സി. ചന്ദ്രൻ രക്തനിറമായി, ഡി. നിദ്ര പ്രാപിച്ച പല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഉത്തരം സി. ചന്ദ്രൻ രക്തനിറമായി. 30. പടയാളികളിൽ ഒരുവൻ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എ. ഭൂമി കുലുങ്ങി, ബി. ആകാശം ഇരുണ്ടു, സി. അസ്ഥി ഒടിഞ്ഞു, ഡി. രക്തവും വെള്ളവും പുറപ്പെട്ടു. ഉത്തരം ഡി. രക്തവും വെള്ളവും പുറപ്പെട്ടു. 31. യേശുവിനോട് കൂടെ ക്രൂശിച്ച 2 കള്ളന്മാരോട് ചെയ്ത ഏത് കാര്യമാണ് യേശുവിനോട് ചെയ്യാതിരുന്നത്? എ. കാലുകളെ ഒടിച്ചു, ബി. പരിഹസിച്ചു, സി. വിലാപ്പുറത്ത് കുത്തി, ഡി. കൈകളിൽ ആണിയടിച്ചു. ഉത്തരം എ. കാലുകളെ ഒടിച്ചു. 32. ഉയിർപ്പിന് ശേഷം എത്ര ദിവസം യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു? എ. 50 ദിവസം, ബി. 30 ദിവസം, സി. 40 ദിവസം, ഡി. 100 ദിവസം. ഉത്തരം സി. 40 ദിവസം. അപ്പോസ്തലപ്രവൃത്തി 1:9-11 വരെ. 33. യേശുവിൻ്റെ ശരീരം മറവ് ചെയ്യാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചതാര്? എ. യോഹന്നാൻ, ബി. യോസഫ്, സി. നിക്കോദിമോസ്, ഡി. പത്രോസ്. ഉത്തരം ബി. യോസഫ്. മത്തായി 27:57. 34. എത്ര പണത്തിനാണ് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത്? എ. 30 താലന്ത്, ബി. 30 മിനാർ, സി. 30 ദിനാർ, ഡി. 30 വെള്ളിക്കാശ്. ഉത്തരം ഡി. 30 വെള്ളിക്കാശ്. 35. കന്യകയിൽ രക്ഷകൻ ജനിക്കുമെന്ന് പ്രവചിച്ചത് ആര്? എ. യെശയ്യാവ്, ബി. മീഖ, സി. യെഹെസ്കേൽ, ഡി. യിരെമ്യാവ്. ഉത്തരം എ. യെശയ്യാവ്. യെശയ്യാവ് 7:14. 36. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് ആര്? എ. പൗലോസ്, ബി. യേശു, സി. യോഹന്നാൻ, ഡി. പത്രോസ്. ഉത്തരം ബി. യേശു. 37. ആരെ സൗഖ്യമാക്കുന്നതിന് മുൻപാണ് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് യേശു പരീശന്മാരോട് ചോദിച്ചത്? എ. കുഷ്ഠരോഗിയെ,
ബി പക്ഷപാതക്കാരനെ, സി മഹോദരമുള്ള മനുഷ്യനെ, ഡി കുരുടനെ. ഉത്തരം സി മഹോദരമുള്ള മനുഷ്യനെ. 38. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ഡാഷ് പ്രാപിക്കും. എ നിത്യസന്തോഷം, ബി സ്വർഗരാജ്യം, സി നിത്യരാജ്യത്വം, ഡി ജീവകിരീടം. ഉത്തരം ഡി ജീവകിരീടം. 39. വിധക്കാരൻ്റെ ഉപമയിൽ പരീക്ഷ സമയത്ത് പിൻവാങ്ങിപ്പോകുന്നതിനെ സൂചിപ്പിക്കുന്ന വിത്ത് ഏത്? എ വഴിയരികിൽ വീണത്, ബി പാറമേൽ വീണത്, സി മുള്ളിനിടയിൽ വീണത്, ഡി വരണ്ട നിലത്ത് വീണത്. ബി പാറമേൽ വീണത്. 40. മനുഷ്യർക്ക് പരീക്ഷകൾ നേരിടേണ്ടി വരുമ്പോൾ ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ത്? എ നിത്യജീവൻ, ബി പോക്കുവഴി, സി പാപമോചനം, ഡി ദൈവിക സമാധാനം. ഉത്തരം ബി പോക്കുവഴി. 1 കൊരിന്ത്യർ 10:13.